ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതാ രാവിലെ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ കൊണ്ടാട്ടോ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഉണ്ണിയപ്പം ചൂടാനല്ല കേട്ടോ, രാവിലെ ദോശമാവുണ്ട്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ദോശയും ഇഡ്ഡലിയൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കണതല്ലേ, അപ്പോൾ ദോശമാവ് കൊണ്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒരപ്പം ഉണ്ടാക്കലുണ്ടല്ലോ, കുഴിപ്പനിയാരം എന്നൊക്കെ പറയും. ഇതല്ല കേട്ടോ. അതിക്ക് വെളിച്ചെണ്ണയിൽ കടുക് ഒക്കെ പൊട്ടിച്ച് അതിക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞൊക്കെ ചേർക്കും. എന്നിട്ട് അത് ആ മാവ് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. ഞാൻ നമ്മളെ സാധാ ദോശമാവ് ഉണ്ടല്ലോ, ദോശ ചുടുന്ന മാവ്, അതിക്ക് ഉപ്പിട്ടാണ്ട് പിന്നെ ചട്ടിയിൽ കുറച്ച് എണ്ണയാക്കി കൊടുത്താണ്ട് അതിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ ആകൃതിയിൽ അങ്ങനെ ചുട്ടെടുക്കാട്ടോ ചെയ്യണത്. അതിക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കലുണ്ട്, ചിലപ്പോഴൊക്കെ വീഡിയോയിൽ കാണിക്കലും ഉണ്ട്. അപ്പോൾ അത് ദോശമാവുക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ ഓയിൽ അധികമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഉണ്ണിയപ്പൊക്കെ ചുടുന്ന പോലെ കുഴിയിൽ നിറച്ച് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ചെറുതായിട്ടൊന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിൻ്റെ എല്ലാ കുഴിയിലും കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആലപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, അത് വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കട്ടോ. ഇന്നൊരു തിരക്കുള്ള ദിവസം കൂടിയാണ് കേട്ടോ. നമ്മൾ ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിങ് ഒക്കെയാണ്. അപ്പോൾ എല്ലാ മാസവും ലാസ്റ്റ് ആകുമ്പോൾ ഒരു തിരക്കാവും, മാസം ലാസ്റ്റും ഫസ്റ്റ് ഒരു തിരക്കാവും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് 10 മണിയാകുമ്പോഴത്തേന് എനിക്ക് ചോക്കാട് പഞ്ചായത്തിലെത്തണം. അവിടെ HSOമാരെ ബില്ല് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഒരിന്നെ കാത്ത അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ 10 മണി കഴിഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തണം ഇൻഷാ അല്ലാ. വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ധൃതിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അധികം സമയമൊന്നും എടുക്കൂല അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ ഞാൻ ഓരോ കുഴിക്കും മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ പെട്ടെന്ന് വേവും കേട്ടോ. പിന്നെ ചെറിയ തീയിലിട്ട് വെക്കണം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂട് വേണം. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് ഓരോന്നും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ അടിഭാഗം വേഗം വെന്തോളും. പിന്നെ അടുപ്പ് കത്തിക്കണം. അടുപ്പത്താണ് ചോറുണ്ടാക്കുന്നത്. കമൻറ്റ് ബോക്സിൽ കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അടുപ്പ് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അടുപ്പ് വല്ലാതെ അങ്ങോട്ട് കത്തിക്കലില്ല. അപ്പോൾ ഇങ്ങനെ ധൃതിയൊക്കെ ഉള്ള സമയത്ത് അടുപ്പ് കത്തിക്കാൻ വല്ലാതെ അങ്ങോട്ട് പോവലില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് വിറകൊക്കെ കത്താൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ അതാ നമ്മളപ്പം ഒന്നിങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ മൊരിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അപ്പുറം അപ്പുറം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ മൊരിച്ചെടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. അല്ലാതെ മൊരിച്ചെടുക്കാതെ പിന്നെ എളുപ്പത്തിൽ തിരിച്ചിട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെയുള്ള അപ്പോയിക്കാരം കേട്ടോ. ഇത് ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ട് ഉണ്ടാവും പുറം ഭാഗമൊക്കെ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പൊക്കെ റെഡിയായി. പിന്നെ ഞാനിതാ ബാക്കിയുള്ളതും അതേപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ അടുപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അപ്പം തന്നെ പിന്നെ അകത്ത് വന്നിട്ട് ഞാൻ അരി കഴുകിയാണ്ട് അരി അപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളക്കാനൊന്നും നിന്നിട്ടില്ല. എന്നാൽ പിന്നെ അടുക്ക് അങ്ങനെ തീ കത്തിച്ചു കൊടുത്താൽ മതി. പിന്നെ റേഷൻ കടീത്തെ അരിയല്ലേ, പെട്ടെന്ന് വേവും ചെയ്യും. പിന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കണം കേട്ടോ. ചട്നി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പൂളും എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഞാൻ പൊട്ടിച്ചപ്പം ചിരട്ടമെന്ന് വിട്ടു പോന്നു. അപ്പോൾ പിന്നെ അത് ചൂഴ്ന്ന് അങ്ങനെ എടുത്ത്, അല്ലെങ്കിൽ ചിരക്കി എടുത്താലും മതി. അപ്പോൾ അത് അവിടെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും മതി. ഇതൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ടേ അരച്ചെടുത്ത് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ ഈ ദോശൻ്റെ കൂടെ മാത്രമല്ല, ഇതേപോലെയുള്ള അപ്പത്തിൻ്റെ കൂടിയും പിന്നെ ഇഡ്ഡലീൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കട്ടോ. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. പിന്നെ ഞാൻ അതിക്ക് പുളി ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ 2-3 കുരു പുളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ആ ഒരു പുളിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടാവുമ്പോഴേ ചോറിനൊക്കെ ആകുമ്പോൾ കുറച്ച് പുളി ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ സവാളയ്ക്ക് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും. സവാള ചെറുതായിട്ടൊന്നിങ്ങോട്ട് വഴന്ന് വന്നാൽ പിന്നെ നമുക്ക് തക്കാളി അരിഞ്ഞതും അതേപോലെ തന്നെ ആ ഒരു വറ്റൽമുളകും ഒക്കെ അതിക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ടേനും. ആ ഒരു ഇഞ്ചി
ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ശരിക്കും വേഗം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലെങ്കിൽ ആ ഒരു കഷ്ണം അങ്ങനെ തന്നെ കിടക്കും അതിൽ. അപ്പോൾ അതൊക്കെ കൂടെ ഞാനിതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോണ്ട്. എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല ഇല്ലേ, അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അതാ നമ്മൾ ആ ഒരു ചൂഴ്ന്ന് വെച്ച തേങ്ങ കൊത്തുണ്ടല്ലോ, തേങ്ങാപ്പൂള്, അതും അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ, നല്ലോണം ഇങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, ചൂടായിട്ടുണ്ട്, ഇത്ര മതി. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചട്ടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറി കിട്ടൂല. അപ്പം ഒന്നും ഇങ്ങോട്ട് ആവി പോവട്ടെ, എന്നിട്ട് നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് ചൂടാറി വരട്ടെ. പിന്നെ ചോറിന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഫ്രിഡ്ജിലൊന്നുമില്ല കേട്ടോ ഉപ്പേരിക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് മുരിങ്ങ ഒടിച്ചുകൊണ്ടുവന്നു. ഒന്നുമില്ലാത്ത സമയത്ത് കാണുന്നതാണ് കേട്ടോ മുരിങ്ങ. പിന്നെ നമ്മളെ തൊടിയിലുണ്ടായതുകൊണ്ട് കറുത്തി ഉണ്ടാവലുണ്ട്. ഇപ്പം കറുത്തിയൊക്കെ പൊയ്ക്കണം. ഇപ്പം മുരിങ്ങ ഉണ്ടെങ്കിൽ മുരിങ്ങ ഞാൻ ഒടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുരിങ്ങ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മുരിങ്ങയൊക്കെ അതാ വേഗം ഊരിയെടുക്കുന്നുണ്ട്. മുരിങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നമ്മളെ മുരിങ്ങ മരത്തുമ്പോൾ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ കുറേ ഒടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതൊക്കെ പാടെ ഊരിയാണ്ടാണ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പം ഉച്ചക്കത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഒടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിതാ ഞാൻ ഊരിയെടുത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചല്ലോ. അപ്പോൾ അതൊക്കെ ചൂടാറിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂട്ടിയിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇത് സിമ്പിൾ ചട്നിയാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ അതാ ഞാനിത് അരച്ച് കൊണ്ടുവന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇട്ടാണ്ട് വറുത്തിട്ട് ഞാനിത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചൂടുള്ള വെളിച്ചെണ്ണ അതിലേക്കാണ് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചട്നി. പിന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ ജസ്റ്റ് നമ്മൾ വഴറ്റിയെടുത്തതാണ്, അതുകൊണ്ട് ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം അതൊന്ന് അടച്ച് വെച്ച് ഇതാ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശൻ്റെ കൂടിയും ഇഡലിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു പഞ്ഞിയപ്പം ഉണ്ടല്ലോ, അതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ചട്നിയൊക്കെ റെഡിയായി. പിന്നെ ചോറ് വന്ന് ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ തന്നെ അതാ ഒരു മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനും അത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചില ആൾക്കാർ മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കിയാൽ കഴിക്കും. അപ്പോൾ എന്താ മുരിങ്ങ വേറുമ്പോഴാണ് കേട്ടോ കയ്പ്പ് വരിക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെ കഴിക്കൂല. മുരിങ്ങക്ക് വേവ് എന്താ പറയുക, മുരിങ്ങൻ്റെ വേവ് പാകത്തെ വേവായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഇതേപോലെ സവാള വഴറ്റിയെടുത്തേക്ക് ഞാനൊരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടിയിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ആ ഒരു ചതച്ച അരപ്പാണ് കേട്ടോ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു അരപ്പിലുള്ള നനവും പിന്നെ അതേപോലെ നമ്മൾ മുരിങ്ങ കഴുകിയിട്ട് ചെറുതായിട്ടൊരു നനവും മുരിങ്ങക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു നനവിൽ കടന്നിട്ട് വേണം കേട്ടോ മുരിങ്ങ വേവാൻ. വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാട്ടോ അരപ്പൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതേപോലെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉരി വെച്ച ആ ഒരു മുരിങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അതേപോലെ മുരിങ്ങ തോരൻ ഉണ്ടാക്കിയാൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. പലരും പല രീതിയിലാവും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ആ മിക്സിൻ്റെ ജാർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മുരിങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തോന്നും കുറേ ഉണ്ടെന്ന്, പക്ഷേ ഇത് വാടി വരുമ്പം അത്രക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ മുരിങ്ങ ഞാൻ വഴറ്റി കൊടുത്ത് ഇതാ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു കൂട്ടാൻ മാത്രം മതി കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ നല്ലതും അല്ലേ ഇലക്കറികളൊക്കെ. പിന്നെ എന്താ നമ്മളെ വീട്ടുമുറ്റത്തുള്ളതുമാണ്. മുരിങ്ങ ഊരാൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല കേട്ടോ, നല്ല ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് അതേപോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കണില്ല കേട്ടോ, അതേപോലെ തുറന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴ സമയമാകുമ്പോഴത്തേനും മുരിങ്ങയൊക്കെ നല്ലോണം വെന്തോളും. നമ്മൾ ചേർത്ത ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുരിങ്ങ വെന്തിട്ടില്ലെങ്കിലും കഴിക്കും കേട്ടോ, വെന്തിട്ടില്ലെങ്കിലും കഴിക്കും, വേവേറിയാലും കഴിക്കും. അപ്പോൾ ഒരു പാകത്ത് വേവായിട്ട് കിട്ടണം. അപ്പോൾ അതിന് ഇതേപോലെ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ പാകത്തിന് വെന്ത് കിട്ടും.
ഇനി വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്ന് ഉറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊന്നും പിന്നെ ഉറ്റിച്ചിട്ടില്ല, നമ്മൾ ആവശ്യത്തിനുള്ളത് നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാൻ വേണം. അപ്പോൾ ഇന്ന് എനിക്ക് ചോറിനുള്ള കൂട്ടാൻ തന്നെയാണ് കേട്ടോ ഈ ഒരു മുരിങ്ങ ഉപ്പേരി. അപ്പോൾ ഞാൻ ചോറിന് ഒരു ഇലയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇലയൊക്കെ വെട്ടി വെച്ചിനി കുറച്ച് നേരത്തെ. അപ്പോൾ അത് വാട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള ചോറാണ് പൊതിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ചോറ് കൊണ്ടുപോകാതെ പോവും ചെയ്യും. പിന്നെ അവിടെ എത്തി എനിക്ക് വിശക്കും ചെയ്യും. അപ്പം ഇന്ന് 10 മണി മുതൽ 5 മണി വരെയാണ് കേട്ടോ അവിടെ പഞ്ചായത്തിലുണ്ടാവുക. അപ്പോൾ എന്തായാലും വിശപ്പിൻ്റെ കാര്യം പറയണ്ട, വിശപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ പഞ്ചായത്തിൻ്റെ മേലേക്ക് കയറിയാൽ പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. 2-3 സ്റ്റെപ്പ് കയറിയിട്ട് വേണം മേലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ചായ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി പോരണം. അപ്പോൾ മടിയാണ് പോവാൻ. അപ്പോൾ അവിടെ തന്നെ ഇരിക്കും ചെയ്യും. പിന്നെ പറഞ്ഞാൽ അവിടെ 21 HSOമാരുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ HSOമാരെയും ക്ലോസ് ചെയ്യിപ്പിക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഓരോരുത്തർ അങ്ങനെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോരാനൊക്കെ മടിയാണ്. അപ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ ചോറും ഇലയ്ക്ക് ഇട്ട് കൊടുത്ത്, കുറച്ച് മുരിങ്ങയില ഉപ്പേരി ഇട്ട് കൊടുത്ത്, പിന്നെ പപ്പടം ഉണ്ടേനി പൊരിച്ചത് അതും ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മളെ വൈറൽ മാങ്ങച്ചാറുണ്ടല്ലോ, ഈ ഒരു മാങ്ങച്ചാറ് നല്ലോണം വൈറലായും ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് 2 ബോട്ടിലാണ് ഉണ്ടാക്കിയത്. അതിൽ ഒരു ബോട്ടിൽ തീർന്ന്, ഇപ്പോൾ രണ്ടാമത്തെ ബോട്ടിലും ഒരു 1/4 ഭാഗം ആയിട്ടുണ്ട്. പിന്നെ ഒരു മീൻ ഫ്രൈ ചെയ്ത ഒരു കഷ്ണം ഉണ്ടായിന്, അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തതാ. ചോറൊക്കെ പൊതിഞ്ഞെടുത്തു. ഇനി ഒരു പേപ്പറിലും കൂടെ ചോറ് പൊതിയാൻ അത്ര ഡീസൻ്റൊന്നും അല്ല കേട്ടോ, എന്നാലും കഴിഞ്ഞ രീതിയിലൊക്കെയാണ് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പാത്രവും കഴുകണ്ടല്ലോ, കൈ കഴുകിയാൽ മതി. അപ്പോൾ വെറും എളുപ്പപ്പണിൻ്റെ ആളായിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കൊണ്ടുപോവുകയാണെങ്കിൽ അത് കഴുകും വേണം. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, വെള്ളമില്ലാത്ത പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ചോറൊക്കെ ഞാൻ പൊതിഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളെ എന്താ പറയുക, അതിനിപ്പോൾ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. പഞ്ഞിയപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം അത്ര പഞ്ഞിയൊന്നുമല്ല, കുറച്ച് ഞാൻ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പുറം ഭാഗമൊക്കെ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പം എന്ന് പറയാം നമുക്കില്ലേ, എന്താ കുഴിപ്പനിയാരെന്ന് പറയാൻ അതിനും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയേനി. അപ്പോൾ ഞാൻ ഒരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ചട്നി ഉണ്ടല്ലോ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്നിയിൽ മുക്കിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഉള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് വിശക്കുമ്പോൾ അങ്ങനെ എടുത്ത് കഴിച്ചോളും. പിന്നെ ഇന്ന് ചോറിന് കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു മുരിങ്ങ ഉപ്പേരി ഉണ്ട്, അതേപോലെ മീനുണ്ട് പൊരിച്ചത്, പിന്നെ അച്ചാറുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയ പരിപ്പ് കറി ഉണ്ട് കുറച്ച്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു കഴിച്ചോളും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കാൻ ടൈമും ഇല്ല, ഉണ്ടാക്കണമില്ല. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പഞ്ചായത്തിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ചോക്കാട് പഞ്ചായത്ത്. അപ്പോൾ ഞാൻ 10 മണിക്ക് എത്താനാണ് ഓരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എത്തിയപ്പോൾ ഒരു 10:15 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഒരു ചേച്ചി എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കണുണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ ഓരോ ബില്ല് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ച വരെ കുഴപ്പമുണ്ടായില്ല. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ പെരും മഴയാണ് കേട്ടോ ഇവിടേക്ക്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, 2:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇപ്പം ഇനി 2 കൂടെ ചെയ്യാണ്ട്. അപ്പോൾ ഒരു പറഞ്ഞു ഈ ഫുഡ് കഴിച്ച് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഒരു ഫുഡ് കഴിച്ച് വന്നതാട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു സമയത്ത് വരുമ്പോൾ നല്ല തിരക്കേക്കാരം. രാവിലെ നല്ല തിരക്കേനും. ഇപ്പോൾ ഇനി ഇവർ 2 ഉണ്ട്. ഇനിയിപ്പോൾ 3 പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ ഒരിതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പോരാൻ പറ്റുള്ളൂ. ഈ ബില്ല് ക്ലോസിങ് ആകുമ്പം സമയം പിടിക്കൂട്ടോ. ഒരാൾക്ക് തന്നെ ഒരു 20 മിനിറ്റൊക്കെ സമയം വേണ്ടി വരും. കാരണം ഞാൻ കൊടുത്ത സാധനങ്ങളും പിന്നെ ഓരോ എത്രണ്ണം വിറ്റു, ഓരോ കയ്യിൽ എത്രണ്ണം സ്റ്റോക്ക് ഉണ്ട്, അങ്ങനെ എല്ലാ കണക്കും നമുക്ക് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ നമ്മൾ ചോറ് പൊതി തുറന്നപ്പോഴേ നല്ലൊരു സ്മെല്ല് കിട്ടും. ആ ഒരു വാഴൻ്റെ വാട്ടീൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടായിന്. അപ്പോൾ നമ്മൾ കുട്ടികളതിന് ഇതെന്താ അറിയോ, ഇതിങ്ങനെ പാറിയിട്ടാണ് കേട്ടോ ആ പേപ്പർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവണത്. കാറ്റാണ്, ഭയങ്കര കാറ്റും മഴയാണ്. കാറ്റിനെ ചോറും പൊതി തുറക്കാൻ അയക്കണില്ല കേട്ടോ, അങ്ങനെ കാറ്റാണ്. അപ്പോൾ ഇന്നിവിടെ ചോക്കാട് പഞ്ചായത്തിലാണ്. ഇനി നാളെ നമുക്ക് കരുളായിലേക്കാരം കേട്ടോ. അങ്ങനെ 2 ദിവസം നല്ല തിരക്കിലാവും. അപ്പോൾ നിങ്ങളെ കമൻസിനൊക്കെ റിപ്ലൈ തരാനുണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരക്കില്ല. പിന്നെ ഞാൻ എല്ലാവരും കമൻസിനും റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒഴിവിട്ടണ സമയത്തൊക്കെ നോക്കണ്ട്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അതും ഇതിൻ്റെ ഇടയിൽ ചെയ്യണ്ടേ. ഞാൻ ചെയ്യുന്ന ജോലി ഇതിൻ്റെ ഇടയിൽ ചെയ്യുക. അപ്പോൾ ഒക്കെ കൂടായിട്ട് നല്ല തിരക്കാട്ടോ. എന്നൊന്നും ഉണ്ടാവില്ല, കുറച്ച് ദിവസം ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കരുത്, ഞാൻ റിപ്ലൈ തരും. അങ്ങനെ വൈകുന്നേരം ആയിക്കണം കേട്ടോ. പിന്നെ അവിടുന്ന് പോന്നപ്പോൾ 5 മണിക്കാണ് അവിടുന്ന് പോകുന്നത്. ഒരു 5:20 ആയപ്പോൾ വീട്ടിലെത്തി. ഞാൻ അങ്ങോട്ട് വീട്ടിലെത്തലും പെരും മഴയാണ് പെയ്തിട്ടോ. പിന്നെ
അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല പോന്നപ്പോൾ. മറ്റേത് ഞാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരലുണ്ട്. വാങ്ങിക്കാൻ എവിടെയെങ്കിലും കയറിയേക്കാണെങ്കിൽ ഞാൻ ആകെ നനയും. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ടാണ് മഴ പെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.